അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നത സ്ഥാനം നൽകിയത് നമുക്ക് തന്നെയാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണമെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. വേറൊന്നുമല്ല, സംസാരിക്കാനുള്ള നാവ് തന്ന് അവൻ നമ്മെ അനുഗ്രഹിച്ചു. ആ നാവ് നല്ലതിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇഹത്തിലും പരത്തിലും വിജയം നേടാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാ എല്ലാവർക്കും അതിന് കഴിയട്ടെ. നമ്മുടെ നാവ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമം ഖുർആൻ പാരായണം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ദിക്റും. ദിക്റിനെ കുറിച്ച് ഒരുപാട് ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമവും നമ്മുടെ രാജാതിരാജൻ്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധവും പദവിയിൽ ഉന്നതവും സ്വർണവും വെള്ളിയും ചിലവാക്കുന്നതിനേക്കാൾ ഉത്തമവും ദിക്റ് ചൊല്ലുന്നത് തന്നെയാണ്. 1000മോ 2000മോ അതിലേറെ ദിക്റൊക്കെ ചൊല്ലുന്നവരുണ്ടാവും. നാവിൻ്റെ ഉച്ചാരണം മാത്രം പോരാ, നമ്മുടെ മനസാന്നിധ്യവും അതിൽ പ്രധാനമാണ്. നാവുകൊണ്ട് മറ്റ് പല ചിന്തകളാൽ ഒത്തിരി ചൊല്ലുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ഒരൊറ്റ തവണ ചൊല്ലിയാകും. ഒരു ചിന്തയിലും പെടാതെ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ഒരുപാട് തവണ നിങ്ങൾക്ക് ദിക്റ് ചൊല്ലാം. അത് ഒരിക്കലും ഒരുപാട് തവണ ദിക്റ് ചൊല്ലുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദിക്റ് ചൊല്ലുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള ഈമാനും നിഷ്കളങ്കതയും അള്ളാഹുവിലേക്കുള്ള സ്നേഹവും ഇരട്ടിക്കും. മാത്രമല്ല, നമ്മൾ നാവ് കൊണ്ട് ദിക്റ് ചൊല്ലാത്ത സമയങ്ങൾ ഒരു പക്ഷേ ഒരുപാട് പേർ പല കാരണങ്ങളാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ഏഷണി അങ്ങനെ വേണ്ടാത്ത പല കാര്യങ്ങളും പറയുന്നവരായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് നാളെ ആഖിറത്തിൽ കൂടി ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും പറയുന്നതായിരിക്കില്ലേ നല്ലത്. അതുകൊണ്ട് ദിക്റ് ചൊല്ലുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മത്സ്യത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് വെള്ളം, അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിന് ദിക്റും. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് അശ്രദ്ധ, എനിക്കുൾപ്പെടെ. മനസ്സിൻ്റെ ഒരു രോഗമാണ് അശ്രദ്ധ. അപ്പോൾ അതിനുള്ള ഔഷധവും ആഹാരവും ആനന്ദവുമാണ് ദിക്ർ. ദിക്ർ മുഖേന അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും മോചനവും സമാധാനവും കാരുണ്യവും മലക്കുകളുടെ പ്രാർത്ഥനയും ലഭിക്കുന്നു. ദിക്ർ ശ്രേഷ്ഠതയും മഹത്വമേറിയതും എന്നാൽ എളുപ്പവുമുള്ള ഒരു ആരാധനയാണ്. മുമ്പ് പറഞ്ഞതുപോലെ നിഷിദ്ധമാക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ സംസാരങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കാൻ ദിക്റിന് കഴിയും. പ്രയാസകരമായതിനെ എളുപ്പമാക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഉപജീവനം നേടിക്കൊടുക്കുകയും ശരീരത്തിന് ശക്തി പകരുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, പിശാചിനെ അകറ്റുകയും. നമ്മുടെയൊക്കെ നാവുകൊണ്ട് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമം ഖുർആൻ പാരായണം തന്നെയാണ്. അത് കഴിഞ്ഞാലേ ഉള്ളൂ ദിക്ർ. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ദിക്റിന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഖുർആൻ ഓതുന്നവരാണെങ്കിൽ അത് ഓതുന്നതിൽ ഒരു തെറ്റുമില്ല. ഖുർആൻ ഓതാതെ ദിക്റ് ചൊല്ലുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. അതുപോലെ തന്നെ നമസ്കാരവും ഓത്തും നോമ്പും ദിക്റും ഒക്കെ അള്ളാഹുവിൽ കൂടുതൽ അടുക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, നമ്മളെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ കമൻസിനും ലൈക്കിനും ഒക്കെ ഞാൻ കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.